ഹലോ, ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്. പാണയം എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞു ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ചെറിയൊരു കറക്കം, അതായത് ചെറിയ ചെറിയ ജംഗ്ഷനിലൂടെയൊക്കെ എൻ്റെ നാടിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുന്നു. അപ്പോൾ ആ യാത്ര എൻ്റെ നാടായ പാണയത്ത് നിന്നും ഇപ്പോൾ ആരംഭിക്കുകയാണ്. അപ്പം ഈ യാത്രാ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് പാണയം ജംഗ്ഷൻ. പാണയം ജംഗ്ഷൻ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഓട്ടോ സ്റ്റാൻഡും ചെറിയ കടകളും പിന്നെ അതിൻ്റെ ഇവിടെ സ്കൂളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാ പാണയം പള്ളി കഴിഞ്ഞ് നേരെ ഇനി നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്. ഇത് പാണയം ഗുരുമന്ദിരം ജംഗ്ഷനാണ്. ഇവിടെ ഗുരുമന്ദിരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷികമൊക്കെയാണ് ഇന്നിപ്പം ഏപ്രിൽ 12-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പേരുണ്ട്, വല്ലാടമുക്ക് എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, വല്ലാടമുക്ക്. അപ്പോൾ ഇവിടെ 2 ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് തുളസിമൻ്റെ കട. ഇനി അപ്പുറത്തോട്ട് പോകുന്നത് അത് ജോസ് സ്റ്റാൻഡ് കട. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഏരൂരേക്കാണ്, ഏരൂർ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഇറക്കമൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഇവിടെ കാണുന്നതാണ് പ്രശസ്തമായ ക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രം. ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം. അതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം, ആർച്ചുമൊക്കെ. ആർച്ച് കഴിഞ്ഞാണ്ട് നല്ല ഭംഗിയായിട്ട് കാണുന്ന ക്ഷേത്രം ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം. അതായത് ഇപ്പോൾ ഉത്സവം അടുത്ത് വരികയാണ്. മെയ് മാസം 8-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. 2026 മെയ് മാസം 8-ാം തീയതിയാണ് ഈ വർഷത്തെ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഏരൂർ തൃക്കോയിക്കൽ ക്ഷേത്രം, തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. അങ്ങോട്ട് പോകുമ്പം ക്ഷേത്രക്കുളമൊക്കെ കാണാം. അവിടെ നല്ലൊരു ചിറയൊക്കെ ഉണ്ട്, കാണാം. അത് നമുക്ക് പിന്നൊരു ദിവസം പോകാം കാണാൻ. അപ്പോൾ ഇത് ഈ വളമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇത് ക്ഷേത്രത്തിന് ചുറ്റുപാടൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇവിടെ ആണ്ട് നല്ലൊരു സ്റ്റെപ്പും ആർച്ചും ഒക്കെ, അല്ല സ്റ്റെപ്പുണ്ട്, ആ മരങ്ങളുണ്ട്. നല്ലൊരു ഈ ക്ഷേത്രം അവിടെ നിന്ന് കാണാൻ അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ്. ഇത് ഇപ്പുറ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡും നല്ല വയലുകളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ സൈഡൊക്കെ നല്ല വയലും കാര്യങ്ങളും, അതായത് നെൽപ്പാടങ്ങളായിരുന്നു ഈ സൈഡും. ഇതിപ്പം ഈ റോഡിൻ്റെ ഇപ്പുറത്തെ ഈ 2 സൈഡ്, ഈ സൈഡും ഈ സൈഡും കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പണ്ട് 90 കാലഘട്ടത്തിൽ, അതായത് ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന ആ ടൈമിലൊക്കെ ഇതൊക്കെ നല്ല നെൽപ്പാടങ്ങളായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒരു തോടൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇതായിരുന്നു, നെൽപ്പാടങ്ങളായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആകെപ്പാടെ ഉള്ളൊരു നെൽപ്പാടം എന്നാണ്ട് ഇതാണ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ തോടാണ്. ഇപ്പം വെള്ളമൊക്കെ പറ്റി വരണ്ട് കിടക്കുവാണ്. നല്ല ഉണക്കില്ലേ, ഏപ്രിൽ മാസം അല്ലയോ, നല്ല ഉണക്ക. അപ്പോൾ ഇവിടെ ആണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പാടം, അതായത് ഇനി അവശേഷിക്കുന്ന ഈ പാടം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നാട്ടിൽ നെൽപ്പാടമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഏരൂരോട്ട് വന്ന റൂട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇതാണ്ട് വലിയൊരു മലയായിരുന്നു, അതൊക്കെ ഇടിച്ച് നിരത്തി അതുകൊണ്ട് വലിയ വലിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം നല്ല അടിപൊളി ലുക്കുള്ള സ്ഥലമായി. ഇവിടുന്നാണ്ട് അങ്ങോട്ട് നോക്കാൻ നല്ല നല്ല പൊളിയാണ്. കണ്ടോ, ആ മരങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെ റോഡ് അടിപൊളിയല്ലേ. അപ്പോൾ ആ റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ പേരാണ് പുഞ്ചിരിമുക്ക് എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര്. 1-2 ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഗ്രാമം. നമ്മൾ നന്നായി പാണയം റോഡിൽ നിന്ന് ഇനി അടുത്തൊരു ഹൈവേയിലേക്ക് കയറി, മലയോര ഹൈവേ ആണ്, അതായത് കൊളുത്തൂപ്പുഴ അഞ്ചൽ റൂട്ടാണ്. അപ്പോൾ ഇത് കാണുന്നത് നേരത്തെ കണ്ട നമ്മൾ തൃക്കോയിക്കൽ ക്ഷേത്രം, അതിൻ്റെ ആർച്ചാണ്. ഇവിടെ നിന്നുള്ളൊരു കവാടമാണിത്. പിന്നെ ഇവിടുന്ന് ഈ വലത്തോട്ടുള്ള റോഡ് കുളത്തൂപ്പുഴ, പിന്നെ ഇടത്തോട്ട് ഏരൂർ ജംഗ്ഷൻ, അഞ്ചൽ പുനലൂരേക്ക് പോകുന്ന റൂട്ടാണ്. പുനലൂർ
കുളത്തൂപ്പുഴ മലയോര ഹൈവേ ആണ് ഇത്. ഇപ്പം നമ്മൾ പോകുന്ന ഈ റോഡ് ഇതാണ് ഏരൂർ ജംഗ്ഷൻ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ്. ഇന്ന് ചന്ത ദിവസമാണ്. ഇന്നത്തെ ദിവസമാണ്, ഇന്ന് ശനിയാഴ്ചയാണ്. ഇവിടെ ശനിയും ബുധനുമാണ് ഇവിടുത്തെ ചന്ത. അതുകൊണ്ട് ഇതാണ് ഏരൂർ മാർക്കറ്റ്, ഏരൂർ ജംഗ്ഷൻ. ഇപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് റോഡ് എടുക്കുന്നുണ്ട്. അത് വിളക്കോറയ്ക്ക് പോകുന്ന റോഡ്. ഇനി അഞ്ചലേക്ക് പോകുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏരൂർ സ്കൂൾ ജംഗ്ഷനാണ്. അതായത് ഈ സൈഡിൽ വലത്ത് സൈഡിൽ കാണുന്നതാണ് ഏരൂർ സ്കൂള്. ഇവിടെ ഇടത്ത് സൈഡിലാണ്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ആയിരവല്ലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതാണ് ഏരൂർ സ്കൂള്. സ്കൂളിൻ്റെ മതിലാണ് ഈ കാണുന്നത്. ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്. ഇവിടെ ഈ കാണുന്നതാണ് അതുകൊണ്ട് അവിടെ കാണുന്ന ആ മഞ്ഞ കെട്ടിടം, അത് ഏരൂർ വില്ലേജ് ഓഫീസാണ് കേട്ടോ. അതുകൊണ്ട് ഏരൂർ വില്ലേജ് ഓഫീസ്. ഇനി ഇവിടെ ഈ വളം അങ്ങോട്ട് വളഞ്ഞു വരുമ്പോഴത്തേന് ഉള്ള സ്ഥലത്തിൻ്റെ പേര് നല്ല വെറൈറ്റി പേരാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ ജംഗ്ഷൻ ചില്ലും പ്ലാന്റ് എന്ന് പറയും. ചില്ലും പ്ലാന്റ് ആണ് ഈ ജംഗ്ഷൻ്റെ പേര്. മലക്കറി കടയൊക്കെയാണ് ഇവിടെ. ഒന്ന് രണ്ട് നല്ല പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് നല്ല കടകൾ ഇവിടെ ഉണ്ട്. ഇതാണ് ചില്ലും പ്ലാന്റ് ജംഗ്ഷൻ. ഇതിപ്പോൾ നമ്മൾ വന്ന് കയറുന്നത് ആലഞ്ചേരി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ ഒരു രാധാമാധവ ക്ഷേത്രമാണ് ഈ സൈഡിലുള്ളത്. കണ്ടിത് ഒരു ആലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ഇതാ രാധാമാധവ ക്ഷേത്രം, കൃഷ്ണ ക്ഷേത്രം. ഇത് ആലഞ്ചേരി ജംഗ്ഷൻ. അത്യാവശ്യം ചെറിയൊരു ജംഗ്ഷനാണ്. ഓട്ടോ സ്റ്റാൻഡും ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നത് ചണ്ണപ്പെട്ട ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനക്കുളത്ത് ഒരു പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്, കുടുക്കത്ത് പാറ എന്ന് പറയും. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആ ഇടത്തോട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അഞ്ചലോട്ട് പോവാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആലഞ്ചേരി ജംഗ്ഷനിനടുത്ത് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് പ്രശസ്തമായ സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ബീവറേജ് ഉള്ളത്. എല്ലാവരുടെയും കുടിവെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഇതൊരു സർവീസ് സ്റ്റേഷനാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ കാണാം ഒരു നല്ലൊരു ഫുഡ് കോർട്ടുണ്ട്. അതായത് നല്ലൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഫുഡ് ഒക്കെ കിട്ടുന്ന അന്നം ഹോട്ടൽ ആണ് ഇവിടെ. ഇനിയിപ്പോൾ ഈ വളം അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഒരു ജംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പേരും നല്ല വെറൈറ്റി പേരാണ്. കൈതാടി ജംഗ്ഷനാണ് ഇത്. ഇവിടെ നല്ലൊരു ഫ്രൂട്ട്സ് കടയുണ്ട്, ഹോൾസെയിൽ നല്ല തിരക്കുള്ള കടയാണ്. ഇതാണ് കൈതാടി ജംഗ്ഷൻ. ഇവിടെ ഒരു പെന്തക്കോസ്ത് ചർച്ചൊക്കെ ഉണ്ട്. കണ്ടിത് ഇവിടെ നല്ല തണ്ണിമത്തൻ ജ്യൂസും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ട് അഞ്ചൽ ടൗൺ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഈ ഒരു വളവ് കഴിഞ്ഞാൽ അഞ്ചൽ ടൗൺ ആരംഭിക്കും. ഈ ജംഗ്ഷൻ ഒരു പ്രശസ്തമായ, ഞങ്ങളുടെ നാട്ടിൽ പ്രശസ്തമായ ഒരു ജംഗ്ഷനാണ്. അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഹബ്ബാണ്. ഒരു ഹിലാൽ അൽബിലാൽ എന്ന 2 ഡ്രൈവിംഗ് സ്കൂളുണ്ട്. നമ്മൾ പണ്ട് മുതലേ നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച സ്കൂളാണ് അവിടെ. അപ്പോൾ അതങ്ങ് കഴിഞ്ഞ്, അത് കാണിക്കാൻ പറ്റിയില്ല, അതങ്ങ് കഴിഞ്ഞ് വീഡിയോ ഓണാക്കി വന്നിട്ട്. ഇനി നമ്മളിപ്പോൾ അഞ്ചൽ ടൗണിലേക്ക് കയറി. ഇവിടെ അഞ്ചൽ കോളേജ് ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ കോളേജ് ഉണ്ട്. ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. സെൻറ്റ് ജോൺസിൻ്റെ കോളേജും അവരുടെ മിഷൻ ഹോസ്പിറ്റലും ഒക്കെയാണ് ഈ ജംഗ്ഷനിൽ ഉള്ളത്. അത്യാവശ്യം എല്ലാ കാര്യം കോളേജുണ്ട്, സെൻറ്റ് ജോൺസ് സ്കൂളുണ്ട്, എല്ലാം ഈ റൈറ്റ് സൈഡിൽ എല്ലാം കാണാം. ഇതാണ് അഞ്ചൽ കോളേജിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെയാണ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്താണ് സ്കൂളും ഉള്ളത്. ഇതാണ് അഞ്ചൽ ജംഗ്ഷൻ്റെ ഒരു ഭാഗം, പ്രശസ്തമായിട്ടുള്ള കോളേജ് ജംഗ്ഷൻ എന്ന് പറയും. അഞ്ചൽ കോളേജ് ജംഗ്ഷൻ. ബാങ്കുകളും
ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് കുറച്ച് ബാക്കിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. അഞ്ചൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞു. ഇവിടുന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇത് പുത്തയം, കരുകോൺ, ചണ്ണപ്പെട്ടൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് അഞ്ചൽ മുക്കട ജംഗ്ഷനൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നും വണ്ടി ഓടിക്കാൻ തന്നെ എന്തോ ട്രാഫിക്കുള്ള സ്ഥലമാണെന്നറിയാമോ ഈ ഭാഗമൊക്കെ, അഞ്ചൽ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ദേവദാസൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി. അപ്പം ഇനി നമ്മൾ അഞ്ചൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്ന ആറോ ജംഗ്ഷൻ എന്ന് പറയും. ആറോ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തി. ഇതാണ് അഞ്ചൽ ആറോ ജംഗ്ഷൻ. ഇതാണ് അഞ്ചൽ ആറോ ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ പോകുന്നത് ആയൂര് കൊല്ലം റൂട്ടാണ്. ഇവിടുന്ന് ഈ റൈറ്റിലേക്ക് പോകുന്നത് പുനലൂരേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ചെറുതിലേക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പഞ്ചായത്ത് ബിൽഡിംഗ് ആയിരുന്നു. ബേക്കറികളും തയ്യൽ കടകളും ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥാപനങ്ങളുള്ളവർ. അപ്പോൾ അത് ഇടിച്ച് ഇനി പുതിയതാക്കി പണിയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് 1-2 വർഷം ആവുന്നു. ഇപ്പം ഇതിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇപ്പം ഇവിടെ അഞ്ചൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് പാർക്കിംഗ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനായിട്ട് ഒരു സ്ഥലമാണ് അത് നല്ല അത്യാവശ്യമാണ്. പാർക്കിങ്ങിനായിട്ട് ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഏറ്റവും പ്രയോജനമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ഇതാണ് കൊളുത്തുപ്പുഴയ്ക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുന്ന് ഇത് കൊളുത്തുപ്പുഴയ്ക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കിടക്കുന്നത് കേട്ടോ. വേണാട് ബസ്, കൊല്ലം കൊളുത്തുപ്പുഴ ലിമിറ്റഡ് സ്റ്റോപ്പ്. അപ്പോൾ ഇത് അങ്ങോട്ട് ഏരൂരേക്ക് നമ്മൾ വന്ന വഴി, ഏരൂരേക്ക് പോകുന്ന റോഡ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാം. ആയൂർ റൂട്ടിലേക്ക് പോകുന്നത്. ആയൂരേക്കല്ല പോകുന്നത്, നമ്മൾ അവിടെ ചെന്നിട്ട് മാർക്കറ്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകാം. അപ്പം പോവാം. ഇപ്പോൾ ഇവിടെ ഇത് ആയൂരേക്ക് ആയൂർ കൊല്ലം പോകുന്ന ബസ് കയറാനുള്ള ബസ് സ്റ്റോപ്പായിരുന്നു ഈ ബാക്കിൽ നമ്മൾ കഴിഞ്ഞത്. ഇനിയിപ്പം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് പോവുകയാണ്. നല്ല ട്രാഫിക്കായി വരും. ഇപ്പോൾ ഇന്നും സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെയും അഞ്ചലും നല്ല തിരക്കാണ്. അതായത് ഇവിടുത്തെ ചന്ത ദിവസമാണ്, മാർക്കറ്റ് കൂടുന്ന ദിവസമാണ് ഇന്ന്. അപ്പം ഇവിടെയും ബുധനും ശനിയാണ് ഇവിടുത്തെ ആ ചന്ത ദിവസം. ഇവിടുന്ന് ഈ 2 സൈഡിലും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉള്ളതാണ്. കൊണ്ടു കൊടുക്കുന്നത്, അതായത് കുരുമുളക്, പിന്നെ അടയ്ക്ക ഒക്കെ, അങ്ങനെയുള്ള എല്ലാ സാധനവും. ഇപ്പം കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇവിടെ ഈ മാർക്കറ്റിലാണ്. ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ അഞ്ചതാണ്ട് ഈ മാർക്കറ്റിൽ ആണ് ഇവിടെ കൊണ്ടു കൊടുക്കുക. കാരണം 2 സൈഡിലും കച്ചവടക്കാരിപ്പോൾ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് പ്രൈവറ്റ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെറിയൊരു ഓപ്പൺ ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്. അതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലമാണ് അഞ്ചൽ മാർക്കറ്റ്. അപ്പം നമ്മൾ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുക. ഇതിവിടെ അഞ്ചൽ ഉപജില്ല വിദ്യാഭ്യാസ ഉപജില്ല ഓഫീസാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങുന്നത് അഞ്ചൽ ബൈപ്പാസാണ്. അതായത് ആയൂർ റോഡിനെ, അഞ്ചൽ ടൗണിൽ വരാതെ ആയൂർ റോഡിനെയും പുനലൂർ റോഡിനെയും കണക്ട് ചെയ്യുന്ന അഞ്ചൽ ബൈപ്പാസിലേക്കാണ് നമ്മളിപ്പോൾ ഇനി ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയാണ്, ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നത്. എല്ലാം ഉള്ള ഒത്തിരി വണ്ടികൾ ഇവിടെ കിടക്കുന്ന, രാവിലെ ഇവിടുന്ന് ഒത്തിരി ലോഡുകൾ വന്നിറങ്ങി ഇവിടുന്ന് പോവുകയും ചെയ്യുന്നത് കാണാം. ഈ മേൽ ഭാഗം അഞ്ചൽ കാളച്ചന്തയാണ്. കാളച്ചന്തയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട് ഈ മേൽ ഭാഗത്ത്. ഇതാണ് അഞ്ചൽ ബൈപ്പാസിലേക്ക് വന്നിറങ്ങുവാണ്. ഇവിടെ ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോഡ് ബൈപ്പാസാണ്, പുനലൂർ ആയൂർ കണക്ട് ചെയ്യുന്ന ബൈപ്പാസ്. ഇനി അടുത്ത സ്ഥലം ഒരു ചെറിയ ജംഗ്ഷൻ.
നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് പനയഞ്ചേരി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ ആ ജംഗ്ഷനിൽ തന്നെ ഒരു നല്ലൊരു ക്ഷേത്രക്കുളം, വലിയൊരു ചിറയുണ്ട്, അതിനോട് ചേർന്നൊരു അമ്പലമൊക്കെ ഉണ്ട്. പനയഞ്ചേരി ജംഗ്ഷൻ. അങ്ങോട്ട് ഈ വളവ് കഴിയുമ്പോൾ പനയഞ്ചേരി ജംഗ്ഷനിലേക്ക് നമ്മൾ ചെന്ന് ഇറങ്ങും. ഇതാണ് പനയഞ്ചേരി ജംഗ്ഷൻ. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കവാടം അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ അതാണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ഷേത്രക്കുളം ചിറയും കാണാം. അതുകൊണ്ട് ഇതാണ് അഞ്ചൽ പനയഞ്ചേരി ക്ഷേത്രത്തിൻ്റെ ചിറ കുളം. ക്ഷേത്രത്തിൻ്റെ കാമ്പൗണ്ടാണ് ആ കാണുന്നത്, ക്ഷേത്രമാണ് ആ കാണുന്നത്. അതാണ് പനയഞ്ചേരി ജംഗ്ഷൻ. പനയഞ്ചേരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇനി തടിക്കാടോട്ട് പോകുന്ന റൂട്ടാണ്. ഇനി ഏറം തടിക്കാടൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ലിംറ ചിപ്സ് എന്ന് പറയുന്നൊരു ചിപ്സ് കടയാണ്. നല്ല ചിപ്സുകളും മുറുക്കുകളും ഒക്കെ കിട്ടുന്നൊരു കടയാണ്. ഇനിയിപ്പം നമ്മൾ അഞ്ചൽ കഴിഞ്ഞ് പനയഞ്ചേരി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഏറം എന്ന സ്ഥലത്തേക്ക് പോവുക. ഇപ്പം നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഏറം എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഏറം. ഇവിടുന്ന് കൊട്ടാരക്കര, വാളകം, ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് വാളകമൊക്കെ പോകുന്ന റൂട്ട്, അഗസ്തിക്കോടേക്ക് പോകുന്ന റൂട്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് വാളകം, കൊട്ടാരക്കര പോകുന്ന റൂട്ട്. അപ്പോൾ ഇവിടെ ആണ്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. കൊല്ലായി ദുർഗാദേവി ക്ഷേത്രമാണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു പ്രശസ്തമായ ഒരു കുളമാണ്. അഞ്ചൽ എന്ന് പറഞ്ഞാൽ 5 ചൊല്ലിൻ്റെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ചൊല്ലിൽ അറിയപ്പെടുന്ന ഒരു കുളമാണോ അതോ ഒരു ചിറയാണോ? അതായത് 5 ചൊല്ലിൽ ഒരു ചോദ്യമുള്ള ഒരു ചൊല്ലാണിത്. അഞ്ചൽ ഈ കുളം ചിറയാണോ കുളമാണോ? അപ്പം ആണ്ട് ഈ കുളം ആമ്പലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു, നിറച്ച് ആമ്പലൊക്കെ ഇതാണ് അഞ്ചൽ കുളമെന്നും ഏറത്തുള്ള അഞ്ചൽ കുളം എന്നൊക്കെ അറിയപ്പെടുന്നത്. മൊത്തം ആമ്പൽ നിറഞ്ഞു നിൽക്കുക, അവിടെ നിറച്ചു ആമ്പൽ. ഈ ഇടയ്ക്കാണ് ഇത് വൃത്തിയാക്കി നല്ല സെറ്റാക്കിയത്, സൈഡൊക്കെ കെട്ടി നല്ല സെറ്റാക്കി. ആണ് ഏറം ജംഗ്ഷൻ. ഏറം ജംഗ്ഷനടുത്താണ് ഈ കുളം ഉള്ളത്.